നാലത്തെ രാത്രി റജബിന്റെ 27ാമത്തെ രാത്രി മിഅ്റാജ് മഹാ അത്ഭുതം സംഭവിച്ച ഒരു ദിവസം. ഇത് വലിയൊരു അത്ഭുതമായതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഇസ്റാ എന്ന ഒരു സൂറത്ത് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു കൊണ്ടുവന്നു. ഒരു സൂറത്ത് തന്നെ എന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ കൊണ്ടുവന്നു. അത് ഭയങ്കര അത്ഭുതമായതുകൊണ്ട് സാധാരണ അറബികൾ വല്ല അത്ഭുതം കണ്ടാൽ പറയുന്നത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമുക്കും അങ്ങനെയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ പറയേണ്ടത് സുബ്ഹാനല്ലാഹ്. അപ്പൊ സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. സുബ്ഹാനല്ലദീ. വല്ലാത്ത ഒരു അത്ഭുതമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആ മുഅ്ജിസത്തിനെ അല്ലാഹു തആല പരാമർശിക്കുകയാണ്. അത് ആരുടെ മുന്നിലാണ്? അറബി സംസാരിച്ച് അത്ഭുതങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിരുന്ന അറബികൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. പക്ഷേ ഇന്ന് നമുക്കതിന്റെ അത്ഭുതങ്ങൾ അതൊരു അത്ഭുതമല്ല, അതൊരു വിശേഷമല്ല, അതൊരു സ്വപ്നമാണ് എന്ന് പറയുന്ന എന്ന് വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയാം, വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ ഡിക്ഷണറി നോക്കി പരിഭാഷ നോക്കിയിട്ട് അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം. ഓരോ സൂറത്തുകൾ സൂറത്തുൽ ഇസ്റാഇന്റെ മുന്നിലുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇസ്റാ. അതിന്റെ മുന്നിലുള്ള സൂറത്തുൽ ഇസ്റാ കഴിഞ്ഞാൽ പിന്നെ അൽഖഫ് സൂറത്ത്. അതിന്റെ മുന്നിലുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ നഹ്ല. ഓരോ സൂറത്തുകളുടെ ഇടയിൽ ബന്ധം. ഈ പരിഭാഷ നോക്കി പഠിച്ചാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയൂല. ഖുർആനിന്റെ നിലവാരം കുറയാന്നല്ലാതെ ഖുർആനിന്റെ ബഹുമാനം കൂട്ടാൻ കഴിയില്ല. ഇങ്ങനെയാകുമ്പോ അർത്ഥം പഠിച്ചാൽ പഠിക്കേണ്ടതുപോലെ പഠിക്കണം, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ പിന്നെയും ഖുർആൻ എന്താണ് ഖുർആനിന്റെ ഉള്ളിൽ എന്താണ് പഠിക്കാനുള്ള ഒരു ജിജ്ഞാസ, ഒരു അത്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരും. അല്ലാതെ വെറും ഇങ്ങനെ പരിഭാഷ നോക്കി പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ ഓരോ സൂറത്തുകൾക്ക് ഇടയിൽ സൂറത്തുൽ ഇസ്റാഇന്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുൽ നഹ്ല. ആ സൂറത്തുൽ നഹ്ലിന്റെ അവസാനത്തെ ആയത്തും ഈ ഇസ്രായേലുമായിട്ട് വലിയൊരു കണക്ഷനാണ്. അവസാനത്തെ ആയത്ത് എന്താ? വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ് വലാ തഹ്സൻ അലൈഹിം ولا تكن في ضيق مما يمكرون إن الذين اتقوا والذين هم محسنون. സൂറത്തുൽ നഹ്ലിന്റെ അവസാനം അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ സുബ്ഹാനല്ലദീ അസ്റാ. എന്താണ് ഇവിടെ പറഞ്ഞത്? വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ക്ഷമിക്കണേ നബിയാണ്. ഈ പറയാൻ കാരണം എന്താ പറയുക? ഈ ഇസ്രായേൽ നടക്കുന്ന റസൂലുള്ളാഹിന്റെ എത്രാമത്തെ വയസ്സിലാണ്? എത്രയാണ്? 52. പഠിച്ചോക്കണം. കാരണം നമ്മുടെ നിസ്കാരം തുടങ്ങിയ വർഷല്ലേ, അത് ഓരോരുത്തരും നിർബന്ധമായിട്ട് അറിയേണ്ട വിഷയമാണ്. നമുക്ക് നിസ്കാരം തുടങ്ങിയത് റസൂലുള്ളാഹിന്റെ 52ാമത്തെ വയസ്സിലാണ് ഇസ്രാ നടക്കുന്നത്. അതുപോലെയാണ് നമുക്ക് ദുഹറും അസ്റും മഗ്രിബും ഇശാഉം സുബ്ഹും നിസ്കാരം തുടങ്ങുന്നത് റസൂലുള്ളാഹിന്റെ 52ാമത്തെ വയസ്സ് മുതൽ. 52 റജബിലാണ് ഇസ്രാ നടക്കുന്നത്. അപ്പോ ഈ റസൂലുള്ളാഹി തങ്ങളുടെ 50, 51, 52 ഈ 3 കൊല്ലങ്ങളുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് ഭയങ്കര പ്രയാസം പിടിച്ച കൊല്ലായിരുന്നു. അറബിയിൽ പറയുന്നത് തന്നെ ടെൻഷനിന്റെയും ബേജാറിന്റെയും വർഷങ്ങൾ. റസൂലുള്ളാഹിയുടെ 50 ഡിക്ഷണറി നോക്കിയാൽ കിട്ടൂല. മഹാന്മാരുടെ തഫ്സീറിൽ അത് ഓടിപ്പടിച്ച് മനസ്സിലാക്കിയാൽ കിട്ടുന്ന ഖുർആനിന്റെ ബഹുമാനങ്ങളാണ്. റസൂലുള്ളാഹിയുടെ 50, 51, 52 ഈ 3 കൊല്ലങ്ങൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര ബേജാറും എല്ലാ രൂപത്തിലും അഭിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാന്മാരായ അവിടുന്ന് വിശ്വസിച്ച സ്വഹാബാക്കൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികൾ ബേജാറുകൾ എല്ലാം നേരിടേണ്ടി വന്ന കൊല്ലം. റസൂലുള്ളാഹി ഞങ്ങളെ ശത്രുക്കൾ എത്ര ഉപദ്രവിച്ചാലും ശത്രുക്കളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു അബൂത്വാലിബ്. റസൂലുള്ളാഹി ഞങ്ങളുടെ പിതൃവ്യനാണ്, മുസ്ലിമൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി ഞങ്ങൾക്ക് എപ്പോഴും ഒരു കാവൽക്കാരനാണ് അബൂത്വാലിബ്. കാരണം എല്ലാവർക്കും അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് ഉണ്ടല്ലോ. അപ്പൊ ഇസ്രായേൽ റസൂലുള്ളാഹി ഞങ്ങളുടെ ഈ വയസ്സിൽ ഓരൊക്കെ ഉണ്ട്. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, എല്ലാ കിങ്കരന്മാരുണ്ട്. അപ്പൊ ഓർക്കൊക്കെയും റസൂലുള്ളാഹി ഞങ്ങളെ കൊല്ലണോ, റസൂലുള്ളാഹി ഞങ്ങളെ അടിക്കണോ, റസൂലുള്ളാഹി ഞങ്ങളെ ഉപദ്രവിക്കണോ എന്നൊക്കെ ആശയം. പക്ഷെ കയ്യിലില്ല. എന്ത് കാരണം? അബൂത്വാലിബിന് ഭയങ്കര പേടിയാണ്. റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും വരുന്നത് അത് തടുക്കുന്നതായിരുന്നു അബൂത്വാലിബ് എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹിയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അതില്ല, മുസ്ലിമാണ്, ഈമാനില്ല. പക്ഷെ റസൂലുള്ളാഹി ഞങ്ങളെ ഭയങ്കരമായി സംരക്ഷിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ചുപോയത് എപ്പോഴാണ്? ഈ വയസ്സിലാണ്. ആകെ റസൂലുള്ളാഹി തളർന്നു. പിന്നെ ആകെ റസൂലുള്ളാഹി ഞങ്ങളെ പിന്നെ പ്രിയപ്പെട്ട ഭാര്യയായ
ബീബി ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി നമ്മുടെ ജീവനക്കാരെ സ്നേഹിച്ച ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ നല്ല ഭാഗത്താണെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പിയാണ്. നമ്മുടെ പുറക്കെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ ഭാര്യ നമ്മളെ ചിരിച്ചിട്ട് പള്ളിക്കന്നെ പോയിട്ട് വന്നല്ലേ ഒരു ഗ്ലാസ് വെള്ളം അല്ലെ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് എന്തെങ്കിലും കുടിക്കാൻ തന്നിട്ട് നമ്മൾ ഇരുത്തി ആസ്വദിപ്പിച്ചാൽ ഭയങ്കര സന്തോഷം. അതില്ലെങ്കിലോ നമ്മുടെ നാട്ടിൽ നമുക്ക് ഭയങ്കര എല്ലാം പുറത്തു പോയാൽ ഓണം മുഖയപ്പണിങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവര് ടെൻഷൻ വരും. എത്ര ആണ്ടറിയോ എപ്പോ നോക്കിയാലും ഗുളിക കുടിക്കുന്ന ആള് പ്രഷറിന്റെ എന്ത് കാരണം പറയുന്നത് പ്രഷർ കൂടാൻ വേണ്ട ഓണം വീട് നോക്കിയാൽ മതി, ഓരോ സ്വഭാവം നോക്കിയാൽ മതി. ഒരാളുകൾ ബേജാർ പറയുന്ന ആളുകളുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മുടെ പുറയിൽ പോകുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടണം. വേറെ പോയെങ്കിലും സന്തോഷത്തിന് ബേജാറില്ല. അപ്പോ അതിനെന്ത് വേണം? നമ്മുടെ ഭാര്യമാർ നല്ല നമ്മളെ സ്വീകരിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാകണം. അതുപോലെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച ഒരു ഭാര്യയായിരുന്നു ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീബി തങ്ങളെ കല്യാണം കഴിച്ചപ്പോ ഖദീജ ബീബിയോട് മക്കക്കാർ ചോദിച്ച, അല്ല ഖദീജ, എനിക്കെന്ത് പിരാന്ത, നീയാണ് മക്കയുടെ കോടീശ്വരി. മക്കയുടെ കോടീശ്വരി എന്നത് മുഹമ്മദ് മുഹമ്മദ് ഫക്കീറാണ്, മുഹമ്മദ് മിസ്കീനാണ്. കയ്യിലൊന്നും ഇല്ലാത്ത മുഹമ്മദിന് ഇത്രയും വലിയ കോടീശ്വരിയായ നീ ആ കല്യാണം കഴിച്ച് എന്ത് കാര്യമാണ് ഖദീജ ബീബി ചെയ്തെന്നറിയോ? അങ്ങനെയാണോ പ്രശ്നം? എന്നാൽ അതിന് പരിഹാരമുണ്ട്. അങ്ങനെയാണോ പ്രശ്നം? അതിന് പരിഹാരമുണ്ട്. എന്താ? മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ എന്തൊക്കെ സമ്പത്തുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഫക്കീറായി പോയ പെണ്ണാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. കോടീശ്വരിയായ ഖദീജ ഒറ്റ ദിവസം കൊണ്ട് ഫക്കീറായി. എങ്ങനെ? മക്കക്കാരോട് വിളിച്ചു വരുത്തിട്ട് മക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ബേജാറ് ഫക്കീറിനെ ഞാൻ കല്യാണം കഴിച്ചു വന്നില്ലേ, എന്നാൽ എന്നോട് പരിഹാരം. എന്റെ കയ്യിൽ എന്തൊക്കെ സമ്പത്തുണ്ടോ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, അത് മുഴുവനും ഇന്നു മുതൽ അതിന്റെ ഉടമ എന്റെ ഭർത്താവായ മുഹമ്മദാ. ആ സമ്പത്തിന്റെ മുഴുവൻ അതിന്റെ ഉടമസ്ഥൻ ഇനി മുതൽ ഞാനല്ല, പിന്നെയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാരാ? ഇന്നു മുതൽ ഞാനൊരു ഫഖീറാണ്. അതാണ് ബദുആ സൂറത്തിൽ പറഞ്ഞത്, വവജദക ആയിലൻ ഫഅവന വവജദക ആയിലൻ ഫഅവന. ഓ നബിയേ, നിങ്ങളൊരു ഫഖീറായിരുന്നില്ലേ, ആ ഫഖീറായ നിങ്ങൾ അവന് ഞാൻ വലിയ പണക്കാരനാക്കില്ല നബി. അതെങ്ങനെ സംഭവിച്ചു? പറഞ്ഞെന്താ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തുകളും അതിന്റെ ഉടമസ്ഥാവകാശം അഭിമായ തങ്ങൾ കൊടുത്തു. ഇതെന്റെ ഭാര്യ എന്ന് പറഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും ഖുർആൻ ആദ്യമായി ഇറങ്ങുമ്പോ എത്ര കണ്ടപ്പോ വഹിയാക്കിയപ്പോ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി തങ്ങൾ പിന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് പുറത്തു മൂടി കിടക്കാൻ. അപ്പൊ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന ആയത്തിറങ്ങി. അത് അങ്ങനെ കാരണമല്ല, മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരുപാട് റസൂലുള്ളാഹി തങ്ങൾക്ക് സാന്ത്വനങ്ങളും സമാധാനങ്ങളും നൽകിയ മഹദിയായിരുന്നു ബീബി ഖദീജ. ആ ഖദീജ ബീബി വഫാത്തായത് ഇതേ കൊല്ലത്തിന്. ഈ കൊല്ലം ആകെ റസൂലുള്ളാഹിക്ക് 2 വലിയ സമാധാനമുള്ള ആളുകൾ പോയി. അങ്ങനെ ആകെ പിന്നെ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത് ത്വായിഫിൽ കുറച്ച് കുടുംബങ്ങളുണ്ട്. ത്വായിഫ് നാട്ടില് അധികാരങ്ങളുടെ കുറച്ച് കുടുംബങ്ങൾ ഒരു വഫാത്തായപ്പോ റസൂലുള്ളാഹി തങ്ങൾ സമാധാനം തേടിയിട്ട് ത്വായിഫിലേക്ക് പോയതാണ്. പോയപ്പോ ത്വായിഫുകാരൻ കാലിലെടുത്ത് ഭ്രാന്തൻ എന്ന് വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ രൂപത്തിന്റെ വന്നിട്ട് ഞങ്ങൾ ത്വായിഫുകാർ അഭിപ്രായങ്ങളെ കല്ലെറിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ 6 കിലോമീറ്റർ വരെ റസൂലുള്ളാഹി തങ്ങൾ ഓടി വന്നു, തിരിച്ചു ഓടി വന്നു. എന്തൊക്കെ ബേജാറാണ് നമുക്കുണ്ടാ ബേജാറ്. നമുക്കുണ്ട റസൂലുള്ളാഹി അന്ന് ത്യാഗം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇസ്ലാം ഏൽപ്പിച്ചപ്പോ നമുക്കൊരു ബേജാറുണ്ട്. ഭയങ്കര ഇത്രയും പ്രയാസങ്ങളും ബേജാറുകളും സഹിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറയാൻ? വസ്ബിർ, ഓ നബിയെ നിങ്ങൾ ക്ഷമിക്കണേ. വമാ സബറുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കണേ നബിയെ. വലാ തഹ്സൻ അലൈഹിം, അവർ ചെയ്യുന്ന അക്രമങ്ങൾ, അവർ ചെയ്യുന്ന മക്കക്കാരെ ചെയ്യുന്ന ഒരുപാട് നാവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും കൈ കൊണ്ടും കാല കൊണ്ടും ആക്രമിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ ബേജാറാകേണ്ട നബിയെ. അവർ ചലിക്കുമ്പോ അതിന്റെ കുടിസിൽ വിട്ട് നബിയെ നിങ്ങൾ തളർന്നു പോകണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനമേകാൻ, സാന്ത്വനം പറയാൻ അല്ലാഹു തആല പറയാം, ഓ നബിയെ, ഇതൊക്കെ ഭൂമിയിലുള്ള ആളുകളുണ്ട്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമാധാനം വേണല്ലേ? എന്നാൽ ഈ ചര്യന്മാരില്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനില്ല. ഈ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നബിയെ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ, നിങ്ങൾക്ക് കുറച്ച് ആദ്യം കിട്ടട്ടെ.
അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നബിയെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറകനാ ഹൗല. ഇതാണ് ഖുർആൻ. ഓരോ സൂറത്തുകളുടെ ഇടയിൽ ബന്ധങ്ങളുണ്ട്. നഹൽ സൂറത്തിന്റെ അവസാനത്തിൽ സമാധാനം പറഞ്ഞു. ഇസ്രാ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹബീബായ തങ്ങൾക്ക് സന്തോഷമാണ്. ആവുൽ ഹുസ്ൻ പ്രയാസങ്ങൾ വന്നിട്ട് നടന്നു നിൽക്കുമ്പോ അള്ളാഹിനെ കാണാന്ന് പറഞ്ഞാൽ നിനക്കാരുടെ സന്തോഷം. ആകാശത്തിലേക്ക് എത്താന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും അർശും കുരിശും ലൗഹും ഖലവും എന്തൊക്കെ അള്ളാഹിന്റെ അജായിബുകളായ പടപ്പുകളുണ്ടോ അതൊക്കെയും കാണാൻ ഹബീബായ തങ്ങള് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് അള്ളാഹു കൊണ്ടുപോകുന്ന വലിയ ഒരു സംഭവമാണ്. ആരെയും കുറച്ച് മറ്റൊന്ന് കുറച്ച് പറഞ്ഞ് നമുക്ക് എന്താണ് നിസ്കാരത്തിന്റെ ബഹുമാനങ്ങൾ മനസ്സിലാക്കി ഈമാൻ ഉറപ്പിക്കാൻ നമ്മുടെ ക്ലാസ്സും നമ്മുടെ ഇരിക്കലും നമ്മുടെ പറച്ചലും എല്ലാം അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. ഇതാണ് നമ്മുടെ മജ്‌ലിസുന്നൂർ നിസ്കരിച്ച ഉടനെ തുടങ്ങും എല്ലാവരും പങ്കെടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഈന്റെ അതുപോലെ മിഅ്റാജിന്റെ അന്നത്തെ രാത്രി ഹബീബായ തങ്ങളെ എന്തൊക്കെ അത്ഭുതങ്ങളായി നിന്റെ അജായിബുകൾ കണ്ടോ ആ അജായിബുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ നീ നന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ സഹായിക്കുന്ന എന്തൊക്കെ സൽപ്രവർത്തനങ്ങളുണ്ടോ അത് ധാരാളമായി ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലെ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മക്കയിലും മദീനയിലും പരിസരങ്ങളിലും കിടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളായ സ്ഥലങ്ങളുണ്ട്. ഹബീബായ തങ്ങൾ ഹിജാബത്തുണ്ടെന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെയും കാണാനും അവിടെ പോയി ഇരിക്കാനും പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം അതിന് വേണ്ടി ഇറങ്ങിപ്പോയ ഒരുപാട് നമ്മുടെ നാട്ടുകാരും ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിൽ മറ്റും പങ്കെടുക്കുന്ന ആളുകളൊക്കെയും ഉണ്ട്. പടച്ചോനെ അവർക്ക് നീ ആഫിയത്ത് നൽകുന്നു, ആരോഗ്യം നൽകുന്നു. പടച്ചോനെ തിരിച്ചു വരുന്നത് വരെ ശാരീരികമായ ഒരു പ്രശ്നവും അവർക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാഹ്. ശഅബാനിലും റമദാനിലും അതിന് വേണ്ടി കരുതി നിൽക്കുന്ന ആളുകൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പടച്ചോനെ നല്ല റാഹത്തോടെ ഹൈറായ രൂപത്തിൽ അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും അവിടെ കരുതിയ ആളുകൾക്കും മനസ്സിൽ കൊതിക്കുന്ന ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. സുഖമില്ലാതെ എത്രയോ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഹോസ്പിറ്റലുകളിലും വീടുകളിലും കിടക്കുന്നവരുണ്ട്. ഒരു ഉമ്മ സ്ട്രോക്ക് ആയിട്ട് വലിയ ബേജാറോട് കിടക്കുന്ന പടച്ചോനെ യാ അല്ലാഹ് അങ്ങനെ ആരൊക്കെ തളർന്നു നിൽക്കുന്നവരുണ്ടോ ഈ ശിഫാഅ് നൽകണേ അല്ലാഹ്. ശിഫാഅ് നൽകണേ അല്ലാഹ്. ശിഫാഅ് നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ മറ്റുമുള്ള ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ പെങ്ങന്മാരിൽ പടച്ചോനെ അവർക്ക് നിന്റെ സമയമാകുന്ന റാഹത്തോടു കൂടിയുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്. സുഖപ്രസവം നൽകണേ അല്ലാഹ്. നല്ല ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ നീ നൽകണേ അല്ലാഹ്. എന്റെ മക്കൾക്ക് കല്യാണം ഉറപ്പിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാഹ്. പടച്ചോനെ ആ ഉറപ്പിച്ച ദിവസത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റാഹത്തോട് അത് കഴിച്ചു കൂട്ടാനുള്ള എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണേ ഉണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം പ്രായം കഴിഞ്ഞ് ഒരു പെണ്ണ് കിട്ടാതെ അല്ലാഹ് പെണ്ണിന്റെ അതിനെ കുറിച്ച് ആലോചിക്കൽ പോലും ചെയ്യാതെ കാരണം പടച്ചോനെ ഒരുപാട് പൈസകൾ പെണ്ണ് കല്യാണം കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി ചിലവുകൾ ഇന്ന് ആണുങ്ങൾ വഹിക്കേണ്ടി വരുന്നു. അത് പേടിച്ചുകൊണ്ട് പടച്ചോനെ എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഉമ്മമാർ അവന് നല്ലൊരു വയസ്സ് 33 5 2 3 ഒരു പെണ്ണ് കിട്ടണോ ദ്വാരക്കണോ എന്ന് പറഞ്ഞ് ദ്വാര വസീയത്തില്ല എത്രയോ ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട്. ഓരോരുത്തരുടെയും ആഗ്രഹമാണ് ഹലാലായ രൂപത്തിൽ അവരുടെ വികാരം ശമനത്തിന്റെ വഴി കണ്ടെത്തുക. അതിനുള്ള ഏറ്റവും വലിയ വഴി നിക്കാഹാണല്ലോ പടച്ചോനെ. ഓരോ ചെറുപ്പക്കാരും ലായിക്കായ അനുയോജ്യന്മാരായ സ്വാലിഹത്തുകളായ പെണ്ണുമക്കളെയും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കല്യാണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. صلى الله